ശബരിമലയിലെ സർക്കാർ വാർത്തകൾ എത്തിക്കാനുള്ള ഔദ്യോഗിക മാധ്യമം കഴിഞ്ഞ വർഷം വരെ PRD ആയിരുന്നു. സർക്കാരിന് കോടിക്കണക്കിന് രൂപ വർഷം തോറും സംഭാവന ചെയ്യുന്ന ദേവസ്വം ബോർഡിൻ്റെ വാർത്തകൾ PRD സൗജന്യമായി എത്തിക്കണമെന്ന് ദേവസ്വം ബോർഡ് ഇക്കുറി നിലപാടെടുത്തു. എന്നാൽ PRD സൗജന്യ സേവനത്തിന് തയ്യാറായില്ല. ഇതോടെയാണ് PRDയെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി പകരം സ്വകാര്യ ഏജൻസിയെ നിയോഗിക്കാൻ ദേവസ്വം ബോർഡ് പദ്ധതിയിട്ടത്. സ്വകാര്യ ഏജൻസികളെ ക്ഷണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പരസ്യവും നൽകിയിരുന്നു. ഒട്ടേറെ ഏജൻസികൾ ദേവസ്വം ബോർഡിൽ ഇതിനായി അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ സ്വജനപക്ഷപാതത്തിന് വേണ്ടിയാണ് PRDയെ ഒഴിവാക്കുന്നതെന്ന ആരോപണം ഉയർന്നു. ദേവസ്വം ബോർഡിലെ ഉന്നതർ ഇതിന് ചരടുവലിക്കുന്നതായും ആക്ഷേപമുണ്ടായി. ഇതോടെയാണ് വിവാദ നീക്കത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറിയത്. ഈ മണ്ഡലകാലത്ത് PRD ആയിരിക്കും ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. നിങ്ങൾക്ക് ആശങ്കയ്ക്ക് കാര്യമില്ല. PRDയിൽ നിന്ന് എടുത്തു മാറ്റുന്നില്ല. PRDയുടെ പ്രവർത്തനം കുറച്ചുകൂടെ കാര്യക്ഷമമാക്കും, അത്രയേ ഉള്ളൂ. മലകയറ്റത്തിനിടെ ഹൃദയാഘാതം അടക്കമുള്ള രോഗങ്ങൾ പിടിപെടുന്ന അയ്യപ്പന്മാരെ ചികിത്സയ്ക്കായി പമ്പയിൽ എത്തിക്കാനുള്ള പ്രത്യേക ആംബുലൻസ് സർവീസും ആരംഭിച്ചു. ഇതിനായി അത്യാധുനിക സംവിധാനങ്ങളുള്ള ആംബുലൻസ് സന്നിധാനത്ത് എത്തിച്ചു. മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.